കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ജിമ്മി ജോസഫിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ അടുത്ത് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ജിമ്മി ജോസഫിനെയും അമ്മ ലിസി ജോസഫ്, ത്രേസ്യാമ്മ എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. ഈ ഫാമിലിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവരുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, പാറക്കുടിയിലായ മിഹായിലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളാണ് മേലുകാവ് മറ്റത്ത് താമസിച്ചിരുന്ന മത്തായി മറ്റത്തിൽ. മത്തായി മറ്റത്തിലിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 3-ാമത്തെ ആളാണ് ഔസേഫ് എന്ന് വിളിക്കുന്ന ജോസഫ്. ജോസഫിന്റെ ഭാര്യ ലിസി ജോസഫും ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളായ ജിമ്മി ജോസഫുമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇവരെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അമ്മച്ചി ഈ മറ്റത്തിലേക്ക് വിവാഹം ചെയ്തു വന്നിട്ട് എത്ര വർഷമായി? 1961 അപ്പൊ ഏകദേശം 63 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞ് വന്നിട്ട്. അമ്മച്ചിയുടെ പേരെന്താണ്? ലിസി ജോസഫ് എന്നാണ് അമ്മച്ചിയുടെ പേര്. ത്രേസ്യാമ്മ എന്നുള്ള പേരും കൂടിയുണ്ട്. ത്രേസ്യാമ്മ എന്നാണ് വീട്ടില് വിളിക്കുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് വീട്ടിൽ വിളിക്കുന്നത് ലിസി എന്നാണ്. മാമോദിസ പേര് കൊച്ചു ത്രേസ്യ എന്നുള്ളതാണ്. ഭർത്താവിന്റെ പേര് ജോസഫ്. അദ്ദേഹം മരിച്ചിട്ട് എത്ര വർഷമായി? 6 വർഷമായി. വിവാഹം കഴിയുന്ന സമയത്ത് അമ്മച്ചിയെ എങ്ങോട്ടാണ് വിവാഹം കഴിച്ചു കൊണ്ടിരുന്നത്? മേലുകാവിൽ ആയിരുന്നു വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഇവിടെ 1963-ലാണ് താമസിക്കുന്ന സ്ഥലത്ത് വരുന്നത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എവിടെയാ? താമരശ്ശേരിയിലാണ്. താമരശ്ശേരി കത്തീഡ്രൽ പള്ളിയോട് ചേർന്നാണ് നിങ്ങൾ താമസിക്കുന്നത്. അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര് ജോജി, ജെന്നി, ജിമ്മി. അതിനകത്ത് ഇളയ ആളാണ് ജിമ്മി. ജിമ്മിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ജിമ്മി എന്ത് ചെയ്യുന്നു? ഞാൻ കുറെ കാലം പുറത്ത് വിദേശത്തായിരുന്നു. വീട്ടിൽ തന്നെ. ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. വൈഫ് അല്ലി എന്നാണ് പേര്. പുത്തൻപുരക്കൽ ബത്തേരി മൂലങ്കാവിലാണ്. മൂലങ്കാവ് എന്നുള്ള സ്ഥലത്താണ് വീട്. മാതാപിതാക്കന്മാരുണ്ട്. ബേബി ചേട്ടൻ എന്ന് പറയും. പിന്നെ ബേബി. അമ്മയുടെ പേര് ത്രേസ്യ എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ സ്ഥലമൊക്കെ? അമ്മയുടെ സ്ഥലം കൽപ്പറ്റ. ബത്തേരിക്ക് എത്തുന്നതിന് മുമ്പുള്ള കൽപ്പറ്റ എന്ന സ്ഥലത്താണ്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ എന്നുള്ള സ്ഥലത്താണ് അമ്മയുടെ വീട്. ജിമ്മിക്കൊക്കെ എത്ര കുട്ടികളാണ് ഉള്ളത്? എനിക്ക് 2 പേര്. 2 കുട്ടികളാണ്. അവര് എന്ത് ചെയ്യുന്നു? 2 പേരും പഠിക്കുന്ന കുട്ടികളാണ്. ആൺകുട്ടികളാണ് 2? അല്ല, മൂത്തതാണും രണ്ടാമത്തെ പെൺകുട്ടി. മൂത്തയാളുടെ പേര് എഫ്രൈം ജോസഫ്. മൂത്തയാളുടെ അവന് 9th 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എവിടെയാ പഠിക്കുന്നത്? അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ താമരശ്ശേരി. ഇളയമോള് പേര് അമിയ ജോസഫ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 കുട്ടികളാണ് നിങ്ങൾക്ക് ഉള്ളത്. അമ്മച്ചിയുടെ ഭർത്താവിന് അവരെത്ര മക്കളുണ്ടായിരുന്നു? അവരെത്ര സഹോദരങ്ങളായിരുന്നു? 10 പേരാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഭർത്താവ് എത്രാമത്തെ ആളായിരുന്നു? 5-ാമത്തെ ആളായിരുന്നു. ഏറ്റവും മൂത്തതാരാണ്? മൈക്കിളാണ്. അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത്? പൊട്ടംപ്ലാവിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഏലിക്കുട്ടി. വീട്ടുപേര് കണ്ണംകുളത്ത്. സ്ഥലം മേലുകാവ്. കണ്ണംകുളത്ത് കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അവർക്ക് എത്ര മക്കൾ? 4 മക്കളുണ്ട്. അതിന് താഴെയുള്ളത് ഏലിക്കുട്ടി. ആലപ്പാട്ട് വീട്ടിലേക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തത്. സ്ഥലം പ്ലാസ്റ്റിനാൽ ആലപ്പാട്ട് വീട്ടിലേക്ക് വിവാഹം ചെയ്ത് കൊടുത്തു. ഭർത്താവിന്റെ പേര് അവിരാജൻ. അവർക്ക് എത്ര മക്കളുണ്ട്? 8 മക്കളാണ് അവർക്കുള്ളത്. മൂന്നാമത്തെ ആള് ഗുരുവിള. അവരെവിടെ താമസിച്ചിരുന്നത്? പൊട്ടംപ്ലാവിൽ തന്നെയാണ് അവരും താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ത്രേസ്യാമ്മ എന്നാണ്. ത്രേസ്യാമ്മയുടെ വീട്ടുപേര് സ്ഥലം പിണക്കാട്ട്. സ്ഥലം പൂഞ്ഞാർ. പണക്കാട്ട് കുടുംബാംഗമാണ്.
അവർക്ക് എത്ര മക്കളുണ്ട്? 8 പേരായിരുന്നു. 8 പേരാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് മുണ്ടത്താനത്ത് അന്നക്കുട്ടി. അന്നക്കുട്ടി എന്നാണ് പേര്. മുട്ടത്താനത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. സ്ഥലം പ്രവിത്താനം. പ്രവിത്താനം. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 12 മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ളത് അതിന് താഴെയുള്ളത് ചാച്ചനാണ് 5ാമത്തെ ആള്. ചാച്ചന്റെ തൊട്ട് താഴെ ഇളയതാരാണ്? ജെറോം എന്നാണ് പേര്. സിസ്റ്ററാണ്. സിസ്റ്റർ ജെറോം മരിച്ചുപോയി. ഏത് കോൺവെന്റ് സഭയ്ക്കായിരുന്നു? തിരുഹൃദയ സഭയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിന് താഴെയുള്ളത് തൊമ്മച്ചൻ. അവര് എവിടെയാ താമസിച്ചിരുന്നത്? തറവാട്ടില് മേലുകാവ് മറ്റത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ത്രസ്യാമ്മ എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര് വിളക്കുന്നേൽ എന്നാണ്. സ്ഥലം മൂന്നിലവ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് അവർക്കുള്ളത്. തൊമ്മച്ചന്റെ ഇളയത് ആരാണ്? ബെന്നറ്റ്. സിസ്റ്ററാണോ? സിസ്റ്റർ ബെന്നറ്റ്. സിസ്റ്റർ ബെന്നറ്റ് ഏത് സഭയ്ക്ക്? ആരാധന സഭയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിന് താഴെയുള്ളത് അച്ചാമ്മ. പുത്തൻകണ്ടത്ത് വീട്ടിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. സ്ഥലം കടനാട്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് അവർക്ക് ഉള്ളത്. ഇനി അടുത്ത ആള് സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ സിബില്ല. സിസ്റ്റർ സിബില്ല ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. വയലായിലാണ് ഇപ്പോൾ. സിസ്റ്റർ സിബില്ല ഏത് കോൺവെന്റ്? തിരുഹൃദയ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സിസ്റ്റർ മാത്രമേ ചാച്ചന്റെ സഹോദരങ്ങളുടെ നിലവിൽ ജീവിച്ചിരിപ്പുള്ളൂ. സിസ്റ്റർ ഇപ്പൊ എത്ര വയസ്സ് കാണും? 75 വയസ്സ് പ്രായമുണ്ട്. ജിമ്മിക്ക് 2 സഹോദരങ്ങൾ കൂടെ ഉണ്ട്. മൂത്തവരാണ്. അതിന് ഏറ്റവും മൂത്തത് ആരാണ്? ജോജി എന്ന് പറയും. ജോജി എവിടെയാണ് താമസിക്കുന്നത്? ജോജി ഈങ്ങാപ്പുഴ താമരശ്ശേരിക്ക് അടുത്ത് തന്നെയാണ്. ഈങ്ങാപ്പുഴ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജൈനമ്മ എന്നാണ് ഭാര്യയുടെ പേര്. ജൈനമ്മയുടെ വീട്ടുപേര് സ്ഥലം ആലപ്പാട് കല്ലുരുട്ടി ആലപ്പാട്ട് കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കള്, ഒരാണും ഒരു പെണ്ണ്. അവര് 2 മക്കളാണുള്ളത്. അവരുടെ പേര് അവര് സെൽബിയും ഷാൻസിയും. അങ്ങനെ 2 പേര് മക്കളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് ജെന്നി എവിടെയാ താമസിക്കുന്നത്? ജെന്നി ഏകദേശം താമരശ്ശേരി 10-14 കിലോമീറ്റർ കുന്നമംഗലം എന്ന് പറയും. കുന്നമംഗലം എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. താമരശ്ശേരി 14 കിലോമീറ്റർ ദൂരമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലജി. വീട്ടുപേര് കവലക്കൽ. തരിയോടാണ് വീട്. വയനാട് തരിയോടുള്ള കവലക്കൽ കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പെൺകുട്ടികള്. 2 പെൺകുട്ടികളാണ് ഉള്ളത്. അവരുടെ പേര്? മക്കള് സ്നേഹ ഹൃദയ. അങ്ങനെ 2 പെൺകുട്ടികളാണ് അവർക്ക് ഉള്ളത്. 3ാമത്തെ ആളാണ് ജിമ്മിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അമ്മച്ചിയുടെ സ്വന്തം വീട് എവിടെയായിരുന്നു? ഭരണങ്ങാനം. വീട്ടുപേര് കൊച്ചുപിളാക്കൽ. മാതാപിതാക്കന്മാരുടെ ചാച്ചന്റെ അമ്മയുടെയും പേര്? അമ്മച്ചിയുടെ ദേവസ്യ എന്നാണ് ചാച്ചന്റെ പേര്. മേരി എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ വീട് എവിടെയായിരുന്നു? പാല. വീട്ടുപേര് വള്ളോമ്പരടുത്തെ കുടുംബാംഗമായിരുന്നു അമ്മ. അമ്മച്ചിയൊക്കെ എത്ര മക്കളായിരുന്നു? ഒരാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ചുപോയിരുന്നു. രണ്ടാമത് വീണ്ടും വിവാഹം കഴിച്ചു. അതിൽ 9 മക്കളുണ്ട്. ഇവിടുത്തെ ചാച്ചൻ ആണ് താമരശ്ശേരിയിലേക്ക് ആദ്യകാലത്ത് കയറി വന്ന ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ആൾക്കാര്. ചാച്ചന് പള്ളിയൊക്കെ ആയിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായിരുന്നു അല്ലെ? ഞങ്ങളിവിടെ വരുമ്പോ പള്ളി ഇല്ലായിരുന്നു. പിന്നെ ചാച്ചനും കുറച്ച് ആൾക്കാരും കൂടി ഒരു പിരിവൊക്കെ പള്ളി ഉണ്ടാക്കി, ചെറിയൊരു പള്ളി ഉണ്ടാക്കി. തലശ്ശേരി പിതാവിനെ പോയി കണ്ടു. വള്ളപ്പള്ളി പിതാവിനെ സ്ഥലം മേടിക്കാൻ വേണ്ടിട്ട് പൈസ കൊടുത്തു. ഈ താമരശ്ശേരി സ്ഥലം മേടിക്കുന്നതിന് പൈസ കൊടുത്തു. പിന്നെ പള്ളി നിർമ്മാണമൊക്കെ 8 സെന്റ് സ്ഥലം മേടിച്ചു. പിന്നെ പള്ളി പണിയാനായിട്ട് എല്ലാം പിരിവെടുത്തു. എല്ലാം പള്ളിയിലൂടെ പോയി പിരിവെടുത്തു. അങ്ങനെയാണ് ഈ താമരശ്ശേരിയില് ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. തീരുന്നതിന് മുമ്പ് ഇവിടെ ബിഷപ്പ് ഹൗസ് പുതിയ മെത്രാൻ വരാൻ തുടങ്ങിയപ്പോഴത്തേനും അതിന്റെ പണിയെല്ലാം തീർത്തു. പള്ളിയുടെ പണിയെല്ലാം തീർത്തു. പുതിയ രൂപത അവിടെ താമരശ്ശേരി രൂപത സ്ഥാപിതമായി. അപ്പൊ ആ പള്ളി പണിക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ചാച്ചനായിരുന്നു. ചെറിയ പള്ളിയുടെ അതിന്റെ പള്ളിയുടെ കൈക്കാരനൊക്കെ ആയിരുന്നോ?
23 വർഷം അടുപ്പിച്ച് കൈക്കാരനായിരുന്നു. 23 വർഷത്തോളം കൈക്കാരനായിട്ട്. നീണ്ട കാലം അതെ അതെ. കൈക്കാരനായിട്ട്, വേറെ അതായത് താമരശ്ശേരി ആരുമില്ല. വേറെ ആരുമില്ല. താമരശ്ശേരി പള്ളിയുടെ അതെ. കൈക്കാരനായിരുന്നു. അന്ന് വീട്ടുകാര് കുറവായിരുന്നു. വീട്ടുകാര് കുറവായിരുന്നു. ചാച്ചൻ ജോലി ഉണ്ടായിരുന്നു. ആ കൂടുതൽ പള്ളിയുടെ കാര്യം തന്നെ ഈ കൈക്കാരനെ കൈകാര്യം ചെയ്തു. അതെ. ചാച്ചന് എന്ത് ജോലി ഉണ്ടായിരുന്നു? ചാച്ചൻ ആദ്യം ഹൈസ്കൂളില് ടീച്ചറായിട്ടാണ് വന്നത്. ഹൈസ്കൂൾ ടീച്ചറായിട്ട്, പിന്നെ HM ആയി, പിന്നെ AU ആയി, പിന്നെ റിട്ടയർ ആകുമ്പോൾ DA ആയിട്ട് റിട്ടയർ ആയിട്ടാണ് റിട്ടയർ ആകുന്നത്. വേറെ നിങ്ങൾക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? ഞാൻ മാതൃസംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. മാതൃസംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ നിലവിലല്ല, പ്രായം ഉള്ളതുകൊണ്ട് അല്ലെ? എങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. പരമാവധി പ്രവർത്തനമൊന്നുമില്ല. പള്ളിയിലൊക്കെ പോകുന്നുണ്ടോ? പള്ളിയിൽ പോകും. പള്ളിയിലൊക്കെ എന്നും പോകാൻ സാധിക്കുന്നുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് വീട് ഉള്ളതും. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.